എല്ലാവർക്കും ഈ ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്ററിലേക്ക് ഹാർദമായ സ്വാഗതം. ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്റർ എന്നാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ട്രെയിനിങ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പുതിയ ട്രെയിനിങ് അഭ്യസിച്ച് രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്കും പുതിയ മോട്ടിവേഷൻ ട്രെയിനിങ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ട്രെയിനിങ് സെന്റർ. എല്ലാ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകളും നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്ററിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇതിന്റെ ഭാഗമായ അംഗങ്ങൾക്കും ഹാർദമായ സ്വാഗതം. ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ട്രെയിനിങ് അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തി ഒരു PW എഞ്ചിനീയറും അതിലുപരി ഒരു പാട്ടുകാരിയും സംഗീതോപകരണമായ പിയാനോ വായനയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അതിനെല്ലാം ഉപരി ഒരു പ്രൊഫഷണൽ ട്രെയിനറും ആണെന്ന് തെളിയിക്കുകയും ചെയ്ത മിസ്സിസ് അസി മാം ആണ്. മോസ്റ്റ് വെൽക്കം മാം. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായി ഈ ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്ററിന്റെ പേരിൽ എനിക്കൊരു പ്രസന്റേഷൻ അവസരം തന്ന അജിത് സാറിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉറപ്പായും നമ്മുടെ കുട്ടിക്കാലമായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം കുട്ടിക്കാലത്ത് നാം എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അതിപ്പം ഇൻഡോർ ആക്ടിവിറ്റീസ് ആയാലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയാലും എന്തിലെങ്കിലും നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും ഹാപ്പിയും ആയിരുന്നിരുന്നു. കുട്ടിക്കാലത്ത് ഒരു ഹോബി എങ്കിലും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സ്റ്റാമ്പ് കളക്ഷൻ, മാച്ച് സ്റ്റിക് കളക്ഷൻ, അതുപോലെ ബസിന്റെ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത്, ക്രിക്കറ്റ്, ഫുട്ബോള്, ഡാൻസ്, മ്യൂസിക്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു നമ്മുടെ ഹോബി. നമ്മള് ഒരുപാട് സന്തോഷം കിട്ടിയിരുന്നു ഈ ഹോബി ചെയ്യുന്നതിൽ നിന്ന്. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ നമ്മുടെ ഹയർ സ്റ്റഡീസ്, ജോലി, മാരേജ്, ഫാമിലി, അതിന്റെയൊക്കെ പേരിൽ എപ്പോഴൊക്കെയോ നമ്മുടെ ഹോബീസ് നമ്മളിൽ നിന്നും കൈമോശം വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും വെച്ച് ആർക്കെങ്കിലും നമ്മുടെ ഹോബീസ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഒരു ഹോബി തുടങ്ങാനും ഉള്ളൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അപ്പോൾ ചിലരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഈ ഒരു പ്രായത്തിൽ ഇനി എന്ത് ഹോബി? പക്ഷെ അങ്ങനെയൊന്നുമില്ല. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഹോബീസ് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ പ്രസന്റേഷനിൽ വൈ ഹോബീസ് ആർ ഇമ്പോർട്ടന്റ്, ഹോബീസിന് നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് ഹോബീസിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഹോബി എന്താണെന്ന് നോക്കാം. ഹോബി ഇറ്റ് ഇസ് എ റെഗുലർ ആക്ടിവിറ്റി ദാറ്റ് ഇസ് ഡൺ ഫോർ എൻജോയ്മെന്റ്, ടിപ്പിക്കലി ഡ്യൂറിംഗ് വൺസ് ലെഷർ ടൈം. തുടക്കത്തിൽ നമ്മുടെ ലെഷർ ടൈമിൽ ഒരു ടൈം പാസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹോബി. പിന്നീട് ഈ ഹോബീസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പ്ലഷർ കിട്ടി തുടങ്ങുകയും പിന്നീട് നമ്മൾ അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇവ തീരുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ ഫോം ഓഫ് സെൽഫ് കെയർ. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ഹോബീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഹോബീസ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. കാരണം അത് ഓരോരുത്തരുടെ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഹോബി. കാരണം നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്രയോറിറ്റീസും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ ഒരു ഹോബി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. വിൻസ്റ്റൺ ചർച്ചിലാണിത്. വിൻസ്റ്റൺ ചർച്ചിൽ UK-യിലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ UK-യിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു ഒറേറ്റർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മെയിൻ ഹോബി പെയിന്റിംഗ് ആയിരുന്നു. അതുപോലെ ഹോഴ്സ് റൈഡിങ്ങും അദ്ദേഹത്തിന്റെ മറ്റൊരു ഹോബിയായിരുന്നു. അദ്ദേഹം ഹോബിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദ കൾട്ടിവേഷൻ ഓഫ് എ ഹോബി ആൻഡ് ന്യൂ ഫോംസ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് എ പോളിസി ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ടു എ പബ്ലിക് മാൻ. അതായത് ഒരു സാധാരണ വ്യക്തിക്ക്
ഒരു ഹോബി ഉണ്ടായിരിക്കുക, ഒരു പുതിയ കാര്യം പഠിക്കുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണെന്നാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം ഈ ഹോബീസിലുള്ള ഹോബീസ് ഉണ്ടാവും. ഇതിൽ മെയിൻ ആയിട്ട് 6 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റീവ് ഹോബി. ക്രിയേറ്റീവ് ഹോബി എന്ന് പറയുമ്പം നമ്മുടെ മെയിൻ ആയിട്ട് ഹോബീസ് എല്ലാം നമ്മൾ ഇൻവോളണ്ടറിലി നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ക്രിയേറ്റീവ് ഹോബീസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് ആക്ടിവേറ്റ് ആകുന്നത്. ക്രിയേറ്റീവ് ഹോബീസിനകത്ത് പെയിന്റിങ് വരും, ക്രാഫ്റ്റ് വരും, മ്യൂസിക് വരും, ഏതെങ്കിലും മ്യൂസിക്കൽ പഠിക്കുന്നത് വരും, ഒക്കെ ക്രിയേറ്റീവ് ഹോബീസ് ആണ്. ക്രിയേറ്റീവ് ഹോബി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമാജിനേഷൻ കൂടുന്നു, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. മറ്റൊന്ന് ഫിസിക്കൽ ഹോബിയാണ്. ഫിസിക്കൽ ഹോബി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫിസിക്കൽ ഹോബീസിൽ പെടുന്നതാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിന്റൺ, പുറത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഏത് ആക്ടിവിറ്റിയും ഫിസിക്കൽ ഹോബിയുടെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തത് ഇന്റലക്ച്വൽ ഹോബീസ് ആണ്. ഇന്റലക്ച്വൽ ഹോബീസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ ഹോബീസ് ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചെസ്, അതുപോലെ പസിൽസ് സോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റി, അതൊക്കെ ഇന്റലക്ച്വൽ ഹോബീസിൽ പെടും. നാലാമത്തേതാണ് സോഷ്യൽ ഹോബീസ്. സോഷ്യൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മൾ അവർ ഉൾപ്പെടുന്ന പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് സോഷ്യൽ ഹോബീസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒത്തിരി ആൾക്കാർ, ഒരുപാട് സർവീസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അവരിപ്പം അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലൊക്കെ പോയി ഒരുപാട് സർവീസസ്, അന്നദാനം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് NGOs ഉണ്ടാകും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം സോഷ്യൽ ഹോബീസിനകത്ത് പെടുന്നതാണ്. സോഷ്യൽ ആക്ടിവിറ്റിയിൽ കൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിക്കുന്നു. അതൊക്കെയാണ് സോഷ്യൽ ഹോബീസിന്റെ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ഈസ് ഔട്ട്ഡോർ ഹോബീസ്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തു നിന്ന് നമ്മൾ ചെയ്യുന്ന ഹോബീസ് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ഗാർഡനിങ്, പൂന്തോട്ടം ഉണ്ടാക്കുക. ഇപ്പം പുറത്ത് മാത്രമല്ല, ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ബാൽക്കണിയിലും നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ പക്ഷി നിരീക്ഷണം, ട്രെക്കിങ്ങിന് പോവുക, ട്രാവലിംഗ്, അതൊക്കെ ഔട്ട്ഡോർ ഹോബീസിൽ പെടും. ലാസ്റ്റ് വൺ ഈസ് DIY ഹോബീസ്, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ് ഹോബീസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പുറത്തൊരാളെ വെച്ച് ചെയ്യിക്കുന്നതിന് പകരം നമ്മൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോം ഇംപ്രൂവ്മെന്റ്, നമ്മുടെ വീട്ടിലെ ഒന്ന് അലങ്കരിക്കുക. ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സ്ഥലം മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഡെക്കേഴ്സ്, പിന്നെ എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, അലങ്കാരങ്ങളൊക്കെ തൂക്കുക. അതുവഴി തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നത്. ഒരുപാട് റീൽസ് ഒക്കെ എടുക്കുന്നവരുണ്ട് ഹോം ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിൽ. ആ ഒരു റീൽസ് നമുക്ക് കാണുമ്പം നമുക്കും സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അത് അവരുടെ ഹോബീസ് പിന്നെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും ഹോബീസ് ആണ് മെയിൻ ആയിട്ട് 6 തരത്തിലുള്ള ഹോബീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഹോബി? ഹൗ ടു ചൂസ് എ ഹോബി? നമ്മുടെ ഹോബി ഏതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അത് ഓരോ വ്യക്തികളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളും യുണീക്കാണ്. അവരവരുടെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഫസ്റ്റ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻസ് എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒരു ഹോബി തന്നെ ആയിരിക്കണം എന്നില്ല എന്റെ വീട്ടിലുള്ള വേറൊരു വ്യക്തി എടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് എടുക്കുന്നത്. കാരണം എന്നിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും ആ ഒരു വ്യക്തി. അവരുടെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്റെ ഇൻട്രസ്റ്റ് എന്താണ്, എന്റെ താല്പര്യം എന്താണെന്ന് ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ മോഡിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യം ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത്തത്, സ്റ്റാർട്ട് വിത്ത് സംതിങ് മാനേജബിൾ ആൻഡ് എൻജോയബിൾ. അതായത് നമ്മൾ തുടക്കത്തിലേ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യമൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകും. അതുകൊണ്ട് തുടക്കത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു ഹോബി നമ്മൾ തിരഞ്ഞെടുക്കുക.
അത് നമുക്ക് തുടക്കത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ഹോബി ആയിരിക്കണം നമ്മൾ തുടക്കത്തിൽ. ഇതൊരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ആണ്. ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല. ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ആണ്. നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നേരത്തെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്ത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബി ഓപ്പൺ ടു ട്രൈയിങ് ന്യൂ ആക്ടിവിറ്റീസ്. അതായത് ഒരു മുൻധാരണയും ഇല്ലാതെ വേണം. ഇപ്പം ഞാനൊരു മ്യൂസിക് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറ്റുമോ, അങ്ങനെ എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും പാടില്ല. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മികച്ച ഒരു അധ്യാപകനെ തിരഞ്ഞെടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, എഫേർട്ട് ഇടുക. യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ അതിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ ഹോബി കണ്ടെത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. നാലാമത്തേത്, കൺസിഡർ യുവർ ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സസ്. എപ്പോഴും നമ്മുടെ വരുമാനത്തിനും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന റിസോഴ്സസും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഹോബി സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എടുക്കാൻ പറ്റാത്തതും വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അത് ചെയ്തേക്കാം എന്നുള്ള രീതിയിലോട്ട് ആ ഒരു ഹോബി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പ്രയോറിറ്റീസ് ആക്ടിവിറ്റീസ് ദാറ്റ് അലൈൻ വിത്ത് യുവർ ഗോൾസ് ആൻഡ് വാല്യൂസ്. നമ്മുടെ ഗോൾസും നമ്മുടെ വാല്യൂസും എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ഏത് ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ജീവിത മൂല്യങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മളൊരു ഹോബി തിരഞ്ഞെടുക്കുമ്പോഴായാലും ഈ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഹോബിയിലോട്ട് കടന്നു ചെല്ലാനായിട്ട്. ഏതൊരു തുടക്കക്കാരനും വേണ്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ. അതുകൊണ്ട് ടേക്ക് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമുക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൽ നിന്ന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരു സപ്പോർട്ടും എൻകറേജ്മെന്റ് എപ്പോഴും ആവശ്യമാണ് ഒരു തുടക്കക്കാരന്. പിന്നീട് ഗ്രാജുവലി നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരെയും ചെയ്യുന്നതിലൂടെ, നമ്മുടെ ഇംപ്രൂവ്മെന്റിലൂടെ നമുക്ക് തന്നെ സന്തോഷം കിട്ടുകയും അതിലൂടെ ആ ഒരു സന്തോഷത്തിൽ നിന്ന് തന്നെ പിന്നെ നമ്മളൊരു സെൽഫ് സ്റ്റാർട്ടിങ് മോഡിൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു എൻകറേജ്മെന്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം തുടക്കത്തിൽ വേണ്ട ഒരു കാര്യമാണ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ്. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ആ ഹോബി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ് ഈസ് അസസ് ദ എൻജോയ്മെന്റ്, റിഫ്ലക്ട് ഓൺ ഹൗ ഇറ്റ് മെയ്ഡ് യു ഫീൽ. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഹോബി നമ്മൾ തെരഞ്ഞെടുത്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, സപ്പോർട്ട് കിട്ടി തുടങ്ങി, കുറച്ച് നാൾ ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഹോബിയിൽ ഇൻവോൾവ് ആയി അത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടി തുടങ്ങും. നമുക്ക് ഞാൻ ചെയ്യുന്നത് കൊള്ളാലോ, എനിക്ക് ഇത്ര ഇമ്പ്രൂവ്മെന്റ് വന്നല്ലോ, ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അത് ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ വൺ ദാറ്റ് ബ്രിങ്സ് ജോയ് ആൻഡ് ഫുൾഫിൽമെന്റ് ഈസ് യുവർ ഹോബി. നമ്മൾ ആദ്യം തെരഞ്ഞെടുത്ത ഒരു ഹോബി കറക്റ്റ് ആണ്, ഇതെനിക്കൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് തരുന്നുണ്ട്, ഈ ഒരു ഹോബിയിൽ ഞാൻ ഇൻവോൾവ് ആയിരിക്കുമ്പം സമയം പോകുന്നത് അറിയത്തേ ഇല്ല. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതും. ഇനിയിപ്പം ഈ ഒരു ഹോബി ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടുന്നില്ല എന്ന് എടുക്കുക, അപ്പൊ അവിടെ വെച്ച് നമ്മൾ വറീഡ് ആകേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല, എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ട്രൈ അനദർ വൺ, പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതിൽ ഈ പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും, അവരവരുടെ സന്തോഷം കിട്ടുന്നത് അത് കണ്ടെത്തുക, നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ കണ്ടെത്തുക, അതിലൂടെ നമുക്കൊരു ഹോബി കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ഹോബിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഹോബി നമ്മൾ ഫ്രീ ടൈം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതായത് പർപ്പസ്ഫുള്ളി നമ്മൾ ബ്രെയിനിനെ എൻഗേജ്ഡ് ആക്കുകയാണ്. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹോബീസിൽ ഇൻവോൾവ് ആകുമ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെടുന്നു, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ഡെയിലി റുട്ടീൻ ഡിസിപ്ലിൻഡ് ആകുന്നു. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മുടെ ചുറ്റുപാടുകൾ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ലൈഫിന് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മളൊരു പുതിയൊരു കാര്യം പഠിക്കുമ്പം അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
അപ്പൊ അത് ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഷാർപ്പൻ ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഹോബി ചെയ്യുന്നതിൽ മാത്രമല്ല നമ്മുടെ ഒരു ശീലമായി വരുവാണ്. അതിപ്പം ഹോബിയിൽ കൂടെ നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നതിലുള്ള കിട്ടുന്ന സന്തോഷം, ഇപ്പം ഒരു പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ ഞാൻ തുടക്കത്തില് എന്റെ ഒരു ഹോബി, ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു മ്യൂസിക്. ഞാനത് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഞാനല്ല ഇപ്പം. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എനിക്ക് ഉണ്ടായ മാറ്റത്തിൽ കൂടെ, എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെന്റിൽ കൂടി എനിക്ക് ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാനേജിങ് ആങ്കർ, അതായത് നമ്മൾ ഒരു പുതിയ ഒരു ഹോബി പഠിക്കുന്ന ഒരു സമയത്ത്, ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെ പേഷ്യൻസോട് കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് ക്ഷമ വേണം. ഇടയ്ക്ക് വെച്ച് നമുക്ക് മതിയാക്കാൻ ഒക്കെ തോന്നിയെന്ന് വരാം. പക്ഷെ അത് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയോടുകൂടി ഈ ഒരു കാര്യത്തിനെ നേടിയെടുക്കാൻ സാധിക്കും. ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഗ്രാജുവലി നമ്മൾ അറിയാതെ നമ്മുടെ ദേഷ്യം ഒക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊരു ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മാനേജിങ് ആങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്ട്രെസ് റിലീഫ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഹോബീസ് ചെയ്യുന്നതിലൂടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയാണ് ഇംപ്രൂവ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നു. ഇപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇത് പ്ലഷർ, നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്, നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഡെയിലി ഉണ്ടാവും. ഒന്നുകിൽ ജോലിയിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കാണുന്ന ആൾക്കാരിൽ നിന്ന് ഒക്കെ സ്ട്രെസ്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ദിവസം ഒരു ഹോബി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഒരു സ്ട്രെസ് ലെവല് കുറയുന്നതായിട്ടും അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നതായിട്ടും പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. റെഡ്യൂസ് ഓവർ തിങ്കിങ് എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ്. അതായത് അമിത ചിന്ത, ചിന്തിച്ച് കാട് കയറി അവസാനം സ്വയം ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കാര്യമാണ് ഹോബി എന്ന് പറയുന്നത്. കാരണം നമ്മൾ പർപ്പസ്ഫുള്ളി കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. ഈ വഴിക്ക് വാ, നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് ഒരു കൃത്യമായ ഒരു ചാനലിൽ കൂടി കടത്തിവിടുകയാണ്. അപ്പൊ തന്നെ അമിത ചിന്ത ഒഴിവാക്കാൻ സാധിക്കും. ഓവറോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് അതുമൂലം വരുത്തുന്നു. നെക്സ്റ്റ് ഈസ് ക്യാരക്ടർ ഫോർമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനോടുള്ള, വ്യക്തികളോടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറുന്നു. കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ക്യാരക്ടർ ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്ഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഇവിടെ ചില ഔട്ട്ഡോർ ഹോബീസ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹോബീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നുണ്ട്. മെന്റൽ ഹെൽത്ത്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്ലഷർ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നതാണ്. മെന്റലി ഓൾസോ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഓവറോൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഹോബീസ് ചെയ്യുന്നതിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ദെൻ ഇംപ്രൂവ്ഡ് സോഷ്യൽ കണക്ഷൻ. ഒത്തിരി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സോഷ്യൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എഴുത്ത് ഒരു ഹോബിയായിട്ട്, റൈറ്റിംഗ് ഒരു ഹോബിയായിട്ട് എടുത്ത ഒരാളാണെങ്കിൽ ഇത് എഴുതുന്ന ഒത്തിരി ആൾക്കാരുമായിട്ട് അവര് കണക്റ്റഡ് ആകും. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഒരുപാട് ബുക്ക് റിലീസിങ് ഫങ്ഷൻസും, അപ്പൊ അതിലൂടെ ഒത്തിരി പേരെ പരിചയപ്പെടാനും അതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു വ്യക്തികളുമായിട്ട് ഇടപെടാനും നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടുകൂടി നമ്മുടെ ഓവറോൾ ലൈഫ് മൊത്തത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുകയാണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ലോജിക്കലി മാത്രം തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ ലെഫ്റ്റ് ബ്രെയിൻ ആയിരുന്നു കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഹോബീസിൽ ഇൻവോൾവ് ആയപ്പം ഞാൻ അറിയാതെ എന്റെ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ആകുകയും എന്റെ ജീവിതത്തിൽ ഒരു ഓവറോൾ ബാലൻസ് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ വിശ്വാസമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇസ് ഹെൽപ്പ് യു ഗ്രോ സ്പിരിച്വലി. അതെങ്ങനെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് ഹോബീസിലൂടെ ഉണ്ടാവുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഹോബീസ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ അറിയാൻ സാധിക്കുകയാണ്. നമ്മൾ ആ പുറം ലോകത്തു നിന്നൊക്കെ മാറി നിന്ന് നമ്മുടെ ചിന്തകളെയൊക്കെ നേരായ ചിന്തകൾ മാത്രം കൊണ്ടുവന്ന് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ് അവിടെ ശരിക്കും സാധ്യമായി വരുന്നത്. അപ്പൊ ഇത്രമാത്രം ബെനിഫിറ്റ്സ് ഈ ഒരു ഹോബി, നിസ്സാരമല്ല ഈ ഹോബീസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഹോബീസ് ചെയ്യുന്നതിലൂടെ ഇത്രമാത്രം ബെനിഫിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസന്റേഷൻ, ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഒരു ഹോബിയെങ്കിലും ഈ ഒരു ഇത് കഴിയുമ്പം തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് ഫിലിസ് മെക്കിംഗ്ലി, ഇവർ ഒരു അമേരിക്കൻ ഓതറാണ്. കുട്ടികളുടെ ബുക്കും പോയട്രി ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. പുലിറ്റ്സർ പ്രൈസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് ഹോബിയെ കുറിച്ച് പറയുന്നത് എ ഹോബി എ ഡേ കീപ്സ് ദ ഡോൾഡ്രംസ് അവേ എന്നാണ്. ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ, അൺഹാപ്പി സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ പറയാം. ഒരു ദിവസം ഒരു ഹോബി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അൺഹാപ്പി സ്റ്റേറ്റിൽ നിന്ന് മാറാൻ സാധിക്കും എന്നാണ് ഇവര് പറയുന്നത്. ഇനി നമുക്ക് ഈ ഹോബീസ് ചെയ്തിട്ടുള്ളവര്, ഹോബീസ് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളും അങ്ങനെ അല്ലാത്ത വ്യക്തികളും തമ്മിലുള്ള ഒരുപാട് സ്റ്റഡീസ് പല രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ജേർണൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തപ്പം കിട്ടിയ കുറച്ച് സ്റ്റഡി റിപ്പോർട്ട്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ലണ്ടനിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ റിസർച്ചേഴ്സ് നടത്തിയ ഒരു പഠനമാണ്. അവർ 16 രാജ്യങ്ങളിൽ 65 വയസ്സും അതിന് മുകളിലുള്ള വ്യക്തികളിലും ഹോബീസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തികളിൽ കണ്ട മാറ്റങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഹോബീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ദേ റിപ്പോർട്ടഡ് ബെറ്റർ ഹെൽത്ത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ബെനിഫിറ്റ്സിനകത്ത്. അപ്പം ബെറ്റർ ഹെൽത്ത് ഉണ്ടാവുന്നതാണ് സ്റ്റഡി റിപ്പോർട്ട്സ് പറയുന്നതാണത്. അതായത് അവർ ഇവരിൽ നിന്ന് കുറെ ക്വസ്റ്റ്യനെയറും ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവര് ഒരുപാട് പ്രൊസീജിയേഴ്സിൽ കൂടെ കടന്നിട്ട് ഒരുപാട് അനാലിസിസ് നടത്തി ഇന്റർപ്രിട്ടേഷൻസ് നടത്തി കണ്ടെത്തിയ ഒരു റിസൾട്ട് ആണ് ഈ കാണിക്കുന്നത്. ദേ റിപ്പോർട്ടഡ് മോർ ഹാപ്പിനെസ്, അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നതായിട്ടും ഫ്യൂവർ സിംറ്റംസ് ഓഫ് ഡിപ്രഷന്റെ സിംറ്റംസ് വളരെ കുറയുന്നതായിട്ടും ഹയർ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു അവസ്ഥ കിട്ടുന്നതായിട്ടും ഒക്കെ ഈ പഠനങ്ങൾ കാണിക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് ആങ്സൈറ്റി കുറയുന്നു. ഈ ഹോബി ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് ആങ്സൈറ്റി കുറയുന്നു. എപ്പോഴും വരുന്ന ഒരു മൂഡ് സ്വിങ്സ് ഒന്നും ഉണ്ടാകാതിരിക്കുന്നു. ലോൺലിനെസ് ഇല്ലാതിരിക്കുന്നു. ഐസൊലേഷൻ, ഒറ്റപ്പെട്ട ഒരു അവസ്ഥ അങ്ങനെയൊന്നും അവർക്ക് തോന്നുകയില്ല. കാരണം എപ്പോഴും നമ്മൾ നോർമലി ബിസി അല്ലാത്തൊരു സമയത്ത് നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ ഹോബി. അപ്പൊ ആ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ മാറ്റുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ലോവർ റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹാർട്ട് സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് തന്നെ ഒരുപാട് കുറവ് ഉണ്ടാകുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മൾ ബ്രെയിനിനെ എത്രമാത്രം യൂസ് ചെയ്യുന്നോ, എത്രത്തോളം ഉപയോഗിക്കുന്നോ, അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. കൂടുതൽ അത് റിസൈലന്റ് ആകുന്നു. റിസൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രതിരോധ ശക്തി. ഏത് ചലഞ്ച് നമ്മുടെ ലൈഫിൽ വന്നാലും അതിനെയൊക്കെ മറികടക്കാൻ ഈ റിസൈലൻസ് ആവശ്യമാണ്. നമുക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാവരും പല പല ചലഞ്ചസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം, ഇനി കടന്നു പോകുമായിരിക്കാം. ലൈഫല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം പക്ഷെ ഈ ഒരു ഹോബി ഒരു ചെറിയ കാര്യം അല്ല എന്ന് പറഞ്ഞു. ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു റിസൈലന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായി വരുവാണ്. അത് നമുക്ക് ഏതൊരു ചലഞ്ചും ഓവർകം ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതൊരു ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗം. എത്ര പ്രായമായാലും ഇത് ഈ ഹോബീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇതൊരു ഹോബി ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. കൂടാതെ ഉറക്കക്കുറവുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പറ്റിയ ഒരു കാര്യമാണ് ഹോബി. കാരണം നല്ല ഉറക്കം ഇതിലൂടെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം ഓടുന്നതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ഉറക്കം കിട്ടുന്ന ഒരാൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല.
നമുക്ക് അടുത്ത ദിവസം പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലൈഫ് ഫുള്ള് ഡിസോർഡർ ആവും. അപ്പൊ ഉറക്കത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഹോബി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉറക്കവും മെച്ചപ്പെടുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്സ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽബീയിങ്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഓവറോൾ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്യാരക്ടർ ഇംപ്രൂവ്മെന്റ്, ഓവറോൾ വെൽനെസ് ആണ് ഹോബീസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒരുപാട് ഉണ്ടാകാം. പക്ഷെ ചലഞ്ചസ് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല. എല്ലാവർക്കും ചലഞ്ചസ് ഇല്ലാത്തൊരു ലൈഫ് ഒരു വ്യക്തിക്ക് പോലും ഉണ്ടാവില്ല. ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും അവരുടെ പ്രായത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാകും. അപ്പൊ ചലഞ്ചസ് എന്ന് പറയുന്നത് അത് പാർട്ട് ഓഫ് ദ ലൈഫാണ്. നമുക്ക് അതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചലഞ്ചസ് എന്തായാലും ഉണ്ടാവും. എങ്ങനെ ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഹോബി, നിനക്ക് എന്താ ഹോബി എന്ന് ചോദിക്കുമ്പം എനിക്ക് ഹോബി ഒന്നുമില്ല, കാരണം എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, കുട്ടികളുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല എന്നുള്ളത്. അപ്പൊ സമയം ഇല്ലാത്തതാണോ അതോ സമയം മാനേജ് ചെയ്യാൻ അറിയാത്തതാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അജിത് സാറ് ടൈം മാനേജ്മെന്റിന്റെ എക്സ്പേർട്ട് ആണ്. സാർ എടുക്കുന്ന സെഷൻസ്, അത് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സാറിന്റെ ടൈം മാനേജ്മെന്റ് സെഷൻ ഇനി വരുമ്പം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊന്ന് വർക്ക് ആൻഡ് ഫാമിലി കമ്മിറ്റ്മെന്റ്സ്. നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും വരുമാനത്തിന് വേണ്ടി ആണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ ഈ ജോലിയുടെ പിറകെ ഓടി അൾട്ടിമേറ്റ്ലി നമുക്ക് ലൈഫിൽ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ജോലി കാരണം എനിക്ക് സന്തോഷം, പൈസ വേണം, പൈസക്ക് പൈസ തന്നെ വേണം. പക്ഷെ അത് കാരണം നമുക്ക് സന്തോഷം സാക്രിഫൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പം ജോലിയും ഫാമിലിയും ഒക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് വേണ്ടി ഡെയിലി ഒരു 15 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ലേ? എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഡെയിലി ഒരു 15 മിനിറ്റ്, കിടക്കുന്നതിന് മുന്നേ, ഉറങ്ങുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തൂടെ? അതിലൂടെ ഈ ഒരു ചലഞ്ചും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ. തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ ആവശ്യമാണ്. അതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നവരടുത്ത് നിന്ന് തന്നെ കിട്ടണം എന്നൊന്നുമില്ല. നമുക്ക് ആരെങ്കിലും ഒക്കെ എന്തായാലും തരുന്നുണ്ടാവും. ഈവൻ നമ്മുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്താൽ നമുക്കൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും ഹോബി ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കണ്ട. റിസോഴ്സ് ലിമിറ്റേഷൻസ്, അതായത് നമുക്ക് ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യുക. അത് നമുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാൻ സാധിക്കും. ഡിസ്ട്രാക്ഷൻസ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻസ്. ഇങ്ങനെ പല ഭാവത്തിലും നമ്മുടെ ചുറ്റും പ്രത്യക്ഷപ്പെടും. സോഷ്യൽ മീഡിയയുടെ രൂപത്തിലാകാം, വ്യക്തികളുടെ രൂപത്തിലാകാം, ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഫോക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും, രക്ഷപ്പെടാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഒന്നും വേണ്ടെന്നല്ല, എല്ലാം വേണം, എല്ലാം ആവശ്യമാണ് ജീവിതത്തിൽ. അധികമായാൽ അമൃതം വിഷം എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരു ഡിറ്റർമിനേഷനോട് കൂടി പ്രവർത്തിച്ചാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഡെയിലി റൂട്ടീൻസ്. ചിലരൊക്കെ ഹോബി തുടങ്ങും, തുടക്കത്തിൽ ഒരു ആവേശത്തിൽ ഹോബി തുടങ്ങും, പിന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം കൺസിസ്റ്റൻസി നമുക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഡെയിലി ഉള്ള ചിട്ടകൾ, ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച് തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. അതിലൊരു 15 മിനിറ്റ് തുടക്കത്തിൽ ഹോബിക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യും, എഴുതി വെക്കുക. അങ്ങനെ ചെയ്തു പോയാൽ എന്നിട്ട് അന്ന് രാത്രി നമ്മൾ ഇതെല്ലാം ചെയ്തോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതൊരു റൂട്ടീന്റെ ഭാഗമായിട്ട് നമുക്ക് ഹോബി ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് പെർഫെക്ഷനിസം. അതായത് ഒരു ഹോബി തുടങ്ങുമ്പോൾ തന്നെ
നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ഹോബി തുടങ്ങത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പെർഫെക്റ്റ് എപ്പോഴാണ് നമ്മൾ ആകുന്നത്? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. അതായത് ഒരു ഹോബി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം ഇന്നൊരു ഹോബി തുടങ്ങുന്ന ഒരാള് ഒരു ദിവസം 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം പ്രാക്ടീസ് ചെയ്താൽ 100% അയാൾ ഒരു നല്ല രീതിയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. തുടക്കത്തിൽ നമുക്കിപ്പോ ഒരു പാട്ട് പാടണമെങ്കിൽ കെ.എസ്. ചിത്രയെ പോലെ പാടാൻ പറ്റിയില്ലെങ്കിലും 1-2 വർഷം കൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പാട്ടിൽ വരുത്താൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി സ്ഥിരം നമുക്ക് ഹോബീസ് തുടങ്ങാൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറയുന്ന ചലഞ്ചസ് ഇതൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മനസ്സിലൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കിത് പഠിക്കണം, എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഹോബിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹോബീസ് ഇൻ ചിൽഡ്രൻ. ഇന്നത്തെ ഒരു ലോകം നമ്മുടെ കുട്ടിക്കാലം പോലെയല്ല ഇന്നത്തെ ഒരു ലോകം. ഇന്നെന്ന് പറയുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ എല്ലാത്തിനും നേരത്തെ നമ്മുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ കുട്ടികൾക്കും ഒരു ലിമിറ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇവർക്ക് ഇന്നിപ്പം ഒരുപാട് കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള ഒരു ലോകമാണ്. അക്കാഡമിക്കലി ഒരുപാട് പ്രാധാന്യം, ഒരുപാട് എൻട്രൻസ് എക്സാംസും അങ്ങനെ, അതായത് കോമ്പറ്റീഷൻ ഒക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് അക്കാഡമിക്കലി ഒരുപാട് പ്രഷേഴ്സ് പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും സോഷ്യൽ പ്രഷറും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോബീസിന്റെ പ്രാധാന്യം കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹോബീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഹോബീസ് ഇൻ ചിൽഡ്രൻ. ഒരു പുതിയ ഹോബി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കാഡമിക്കലി ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ് ആൻഡ് ഗോൾ സെറ്റിംഗ്. എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നവർക്ക് പഠിക്കാൻ പറ്റും ഈ ഹോബീസ് ചെയ്യുന്നതിലൂടെ. അവരെയും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് അവര് ബോധവാന്മാരാകും ഈ ഹോബീസ് ചെയ്യുന്നതിലൂടെ. able to express their emotions and thoughts. നമ്മളെ പോലെ തന്നെ കുട്ടികൾക്കും അവരുടെ രീതിയിൽ ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാം, ഈ നേരത്തെ പറഞ്ഞ അക്കാഡമിക് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ. അപ്പൊ ഇവരുടെ ഇമോഷൻസ്, ഇവർക്ക് വിഷമം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഡിപ്രഷൻ, അങ്ങനെ പല ലെവലിൽ കൂടെ ഇവർ നമ്മളെ പോലെ തന്നെ കടന്നു പോകുന്നുണ്ടാകാം. പല പല ഇമോഷൻസിൽ കൂടെയും പല പല ചിന്തകളിൽ കൂടെ കുട്ടികളും കടന്നു പോകുന്നുണ്ടാകും. നമ്മൾ വിചാരിക്കും ഇവർക്ക് അങ്ങനെ ജീവിതത്തിന്റെ വലിയ കാര്യങ്ങളൊന്നും, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ലല്ലോ. പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരുപാട് ഇമോഷൻസും തോട്ട്സും ഒക്കെ ഉണ്ടാവും. ഇമോഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് കുഴപ്പമുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ട് ചാനലൈസ് ചെയ്ത് വിടാനുള്ള ഒരു ഏക മാർഗം ഹോബിയാണ്. ഇപ്പൊ പടം വരയ്ക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷൻസ് ആ ഒരു പിക്ചറിലൂടെ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാണ്. അതിന്റെ ചിന്തകളെ, അതിന്റെ ഇമാജിനേഷൻ ആ ഒരു രീതിയിൽ അത് ഡ്രെയിൻ ചെയ്ത് കളയാണ്. അതിലൂടെ ആ ഒരു കുട്ടിയുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാണ്. ഹെൽപ്പ് ബിൽഡ് വാല്യൂസ്. ജീവിത മൂല്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് ഇതൊരു അവസരമാണ്. സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞല്ലോ, സ്ട്രെസ് മാനേജ്മെന്റ് ഹോബിയിൽ കൂടെ കിട്ടുന്നു. സ്കിൽ അക്വിസിഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. പുതിയൊരു സ്കില്ല് പഠിക്കുന്നതിലൂടെ ആ ഒരു സ്കില്ലിൽ അവർ എക്സൽ ചെയ്യുവാണ്. അതുപോലെ ഏതൊരു കാര്യവും ക്രിട്ടിക്കലി അവർക്ക് ആലോചിക്കാനുള്ള ഒരു അവസരവും ഈ ഹോബി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ, പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഡിസിപ്ലിൻ, പേഷ്യൻസ്, ഇവയൊക്കെ നമ്മളെ പോലെ തന്നെ കുട്ടികളിലും ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പൊ ചെറുപ്പത്തിലേ നമ്മൾ ഈ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം ഒക്കെ ഡെവലപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഈ കുട്ടി വലുതാവുമ്പം ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് വീട്ടിനും സ്വന്തമായിട്ടും വീട്ടിനും നാടിനും രാജ്യത്തിനും ഒക്കെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സാധിക്കും.
നമ്മൾ ഹോബീസ് ചെയ്യുന്നതിലൂടെ ആക്ച്വലി നമ്മളെ തന്നെയാണ് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സും മറ്റുള്ളവരുടെ ചിന്തകളും അവർ കടന്നു പോകുന്ന വിഷമങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിലൂടെ ശരിക്കും നമ്മുടെ എമ്പതിയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, സോഷ്യൽ സ്കിൽസ്, അതായത് ബിൽഡിംഗ് റിലേഷൻഷിപ്സ്, പല പല സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ അവരുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇംപ്രൂവ്മെന്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് ഇവർക്ക് മാറാൻ സാധിക്കും. ഇത് വിശ്വനാഥൻ ആനന്ദ്, ചെസ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. 5 തവണ ലോക ചെസ് ചാമ്പ്യൻ പദവി നേടിയിട്ടുണ്ട്. 2 തവണ ചെസ്സിന്റെ വേൾഡ് കപ്പ് വിന്നറാണ്. ചെസ് ഓസ്കാറും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ഹോബിനെ കുറിച്ച് പറയുന്നത് നോക്കാം. Parents, first and foremost, it is important to understand and recognize the activities your child is naturally gravitating towards. നമ്മൾ അറിയണം നമ്മുടെ കുട്ടികളെ, അവര് ഏത് ഒരു കാര്യം ചെയ്യുമ്പോഴാണ്, അവരെ മനസ്സിലാക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെന്നും അവർ ഏത് കാര്യത്തിലോട്ടാണ്, ഏതൊരു ആക്ടിവിറ്റിയിലോട്ടാണ് അവർ ഇൻവോൾവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കുട്ടികളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും. It is important also to ensure that your child likes what he or she is doing. നമ്മൾ ആയിരിക്കരുത് കുട്ടികൾ ചെയ്യേണ്ടത്. അവരുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. എന്റെ കുട്ടി എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് അത് നമ്മുടെ ആഗ്രഹമാണ്, അതായിരിക്കില്ല അവരുടെ ആഗ്രഹം. അപ്പൊ നമ്മുടെ കുട്ടിയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ കുട്ടി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഈ കുട്ടി ചെയ്യുന്നതെന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പാരന്റ്സ് എന്നുള്ള രീതിയിൽ, ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കുമുണ്ട്. I believe in exposing children to as many hobbies and extracurricular activities as possible. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ എത്രമാത്രം ഹോബീസിലും എത്രമാത്രം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. കാരണം അത്രമാത്രം പ്രാധാന്യം ഹോബീസിനുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ റോൾ എന്താന്ന് നോക്കാം. പാരന്റ്സ് ആയിട്ട്, അതായത് ടീച്ചേഴ്സ് പാരന്റ്സിനും കുട്ടികളുടെ ലൈഫിലെ ഹോബീസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രൊവൈഡ് എക്സ്പോഷർ എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. എക്സ്പോഷർ എന്ന് പറയുമ്പം അതിനെക്കുറിച്ചൊരു അവബോധം, അതായത് അവർക്കൊരു എക്സ്പോഷർ കൊടുക്കുക. ഇന്ന ഹോബീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ബുക്ക് വായിക്കുന്ന ഒരു റീഡിങ്ങിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് ലൈബ്രറീസിൽ കൊണ്ടുപോകാം, ഒരുപാട് ബുക്കിന്റെ എക്സിബിഷൻ നടക്കുന്നിടത്ത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ മ്യൂസിക് ഇഷ്ടമുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഷോ കാണിക്കാം. പാട്ട് പാടുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് പാടാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ പാടുന്ന കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, പറ്റിയൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇവരെ മാക്സിമം ബോധവാന്മാരാക്കുക. ഇത്ര ഹോബീസ് ഉണ്ട്, ഇനി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൊ അവർക്ക് അത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. മറ്റൊന്നൊരു സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്. ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റുന്നതും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അവരെ എൻകറേജ് ചെയ്യുക. അവര് ഒരു കാര്യം ഒരു ചെറിയ കാര്യമായിരിക്കാം. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു പൂച്ചയുടെ പടം വരച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ഒരു അപ്രീസിയേഷൻ ആ ഒരു കുട്ടിക്ക് കിട്ടുന്നതിലൂടെ ആ കുട്ടി വളരാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരച്ചത് കൊള്ളാം എന്നുള്ളത് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാണ്. അപ്പൊ എപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയായാലും അവരതിൽ എഫേർട്ട് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് ആണോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവരെ എഫേർട്സിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ലീഡ് ബൈ എക്സാമ്പിൾ. അതായത് നമ്മൾ ഒരു റോൾ മോഡലായി നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ മാറുക. നമ്മൾ ഹോബീസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്റെ അച്ഛനും അമ്മയും ടീച്ചറും ഒക്കെ ചെയ്യുന്നുണ്ട് ഹോബി, അപ്പൊ എനിക്കും ചെയ്യാം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ മാത്രമേ അതിനൊരു വാല്യൂ ഉള്ളൂ. ഈ ഹോബീസ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്ത ഒരാളാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ
കുട്ടികൾ അവര് പഠിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരെയും. അവര് നിസ്സാരക്കാരല്ല. അവര് നമ്മളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മാതൃകയായിട്ട് എപ്പോഴും മാറുക എന്നുള്ളതാണ്. നോ മാൻ ഈസ് റിയലി ഹാപ്പി ഓർ സേഫ് വിത്തൗട്ട് എ ഹോബി. ഇത് പറഞ്ഞിരിക്കുന്നത് വില്യം ഓസ്ലർ ആണ്. വില്യം ഓസ്ലർ ഒരു കനേഡിയൻ ഫിസിഷ്യൻ ആണ്. അദ്ദേഹം ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റലിന്റെ കോ ഫൗണ്ടർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനും പൂർണ്ണമായിട്ട് ഹാപ്പി അല്ല, സേഫും അല്ല ഹോബി ഇല്ലാതെ. അപ്പൊ അത്രമാത്രം പ്രാധാന്യം ഹോബിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇഫ് യു വാണ്ട് ടു കീപ് യുവർ ലൈഫ് ഇൻ ഓർഡർ, സ്റ്റാർട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഹോബീസ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ, ഒരു കൃത്യനിഷ്ഠ, ഒരു ബാലൻസ് ഒക്കെ വേണമെങ്കിൽ ഹോബി വളരെ അത്യാവശ്യമാണ്. ഇടയ്ക്ക് നിർത്തി വെച്ചിട്ടുള്ളവർക്ക് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഇതുവരെ തുടങ്ങാത്തവർക്ക് ഒരു ഹോബി എങ്കിലും തുടങ്ങാനും സമയം കണ്ടുപിടിക്കും എന്ന പ്രതീക്ഷയോടെ ഈ ഒരു പ്രസന്റേഷൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് ഒരു കൈയടി കൊടുക്കാം അല്ലേ? താങ്ക് യു. മനസ്സിലാക്കി തന്ന ഒരു സെഷൻ ആയിരുന്നു. നമ്മളെല്ലാരും പലതരത്തിലുള്ള ഹോബി ഉണ്ട്. റീഡിങ് ബുക്സ് ഉണ്ട് അല്ലെ, നമ്മുടെ ഏത് നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ടൂർ പോകുന്ന ആൾക്കാരുണ്ട്, എഴുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഹോബീസ് നമുക്ക്. ഈ ഹോബീസിന്റെ ഒക്കെ ഗുണഗണങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണെങ്കിൽ ആ സന്തോഷം നമ്മുടെ ജീവിത വിജയമായിട്ട് മാറും. ശരിക്കും നമ്മൾ നേരത്തെ കുട്ടികളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ആ ഭാഗം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. രാജാ രവിവർമ്മ ചുമരിൽ കരിക്കട്ട കൊണ്ട് വരച്ച് ഒരു വലിയ ചിത്രകാരനായിരുന്നു അല്ലേ, ഹോബീസ്. അപ്പൊ ഏത് വന്നാൽ തന്നെ അസി പോലും അങ്ങനെ തന്നെയാണ്. മ്യൂസിക് സിസ്റ്റം പഠിച്ചത് അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് വലിയ സ്റ്റേജിൽ അവതരിപ്പിച്ചില്ല. അങ്ങനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഉയർന്നു. ഒരു മാതൃകയാണ് ശരിക്കും നമുക്ക് ഇന്ന് ഈ ട്രെയിനിങ് ചെയ്ത അസി. നല്ലൊരു സെഷനായിരുന്നു. എല്ലാ ആസ്പെക്റ്റും സയന്റിഫിക് വേ പറഞ്ഞു, കുട്ടികളിൽ, മുതിർന്നവരിൽ, പിന്നെ പല പ്രയാസങ്ങളും ഉള്ള ആൾക്കാർ ജീവിത വിജയം, ഹാപ്പിനെസ് നിറഞ്ഞതാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ 40 മിനിറ്റ് വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റും നമ്മൾ കണ്ടന്റ് റിച്ച് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഫീഡ്ബാക്കിന്റെ സെഷനാണ്. ഫീഡ്ബാക്കിന്റെ സെഷനിൽ ഹാൻഡ് റൈസ് ചെയ്യുന്നതിന്റെ ഓർഡറിൽ നമ്മൾ വിളിക്കുക. ആദ്യം രൂപ സംസാരിച്ചു. ഹായ് സർ, ഹായ് ഓൾ. ആദ്യമായി സ്പെഷ്യൽ കൺഗ്രാറ്റ്. ഈ ഇത്രയും ടൈം പോയത് അറിഞ്ഞില്ല. ഓരോ പോയിന്റും നമുക്ക് വൃത്തിയാണ്. ഈ ചുരുങ്ങിയ സമയത്തുള്ള എല്ലാം ടച്ച് ചെയ്ത് എല്ലാം ആവശ്യമുള്ളതാണ്. നമുക്ക് ശരിക്കൊരു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോലെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മളെ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള മോട്ടിവേഷൻ ആയി ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രൂപ മാം. രൂപ മാമിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. മാം തരുന്ന മോട്ടിവേഷൻ കുറച്ചൊന്നുമല്ല. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും 2 സിസ്റ്റം അടുത്തടുത്ത് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. എന്താ വെച്ചാല് എക്കോ വരുന്നുണ്ട്. അത് കമ്പ്യൂട്ടറിന്റെ അടുത്ത് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്യണം. നിഷ മാം, ഡോക്ടർ നിഷ ശശീന്ദ്രൻ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് അസി. ഞാനായിരുന്നു മെസ്സേജ് ഇട്ടത്. കാരണം എനിക്ക് തോന്നി മൈക്ക് ഓൺ ആയിട്ട് ഭയങ്കര എക്കോ അടി, അതുകൊണ്ട് ചോവിന് കേൾക്കാൻ പറ്റില്ല. അസി എന്താ, ഞാൻ കേറി കേട്ടോ. സെഷൻ ഉണ്ടായിരുന്ന സെഷൻ ഞാൻ മാറ്റി വെച്ച്. ഞാൻ നാളത്തേക്ക് ഒരു തലവേദന അതിന്റെ ഇടയ്ക്ക് വന്നപ്പം ഞാൻ അതിന്റെ പേരും പറഞ്ഞ് അത് മാറ്റി വെച്ചു. ഞാൻ അസിയുടെ മീറ്റിങ്ങിന് കയറാന്ന് ആലോചിച്ചു. അപ്പം സോ ഹാപ്പി. എന്തോ ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു അറിയോ. എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഓർക്കാത്ത ഒരു മെസ്സേജ്, നമ്മുടെ സ്പിരിച്വൽ എൻഹാൻസ്മെന്റിനെ സഹായിക്കുന്ന. ദാറ്റ് വാസ് എ ന്യൂ മെസ്സേജ് ഫോർ മീ. ശരിക്കും അത്ര ഒരു ലെവലിലേക്ക് ഞാൻ സത്യം പറഞ്ഞ ഹോബിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ആസി പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ടേക്ക് അവേ ഫ്രോം മീ ഫ്രം ദിസ് സെഷൻ. ഹോബി എന്ന് പറയുമ്പം ഇത്ര ഒരു ടച്ച് അതിനുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. വണ്ടർഫുൾ പ്രസന്റേഷൻ. ഈ എന്താ പറയാ, സ്ലൈഡ്സ് ഒക്കെ മാർവലസ് ആയിരുന്നു കേട്ടോ.
നോ വേർഡ്സ് അസി. ഞാൻ ഒരു നല്ലൊരു ടീച്ചർ എന്ന് പറയുന്ന പോലെ ഇരുന്നു. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അജിത്ത്. താങ്ക് യു നിഷ. താങ്ക് യു നിഷ. താങ്ക് യു സോ മച്ച് നിഷ. ഇന്ന് ഈ പ്രസന്റേഷൻ കേൾക്കാനായിട്ട് വന്നതിലും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ പങ്കുവച്ചതിലും ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ശരിക്കും നിഷ മാം പറഞ്ഞ പോലെ നമുക്ക് സ്പിരിച്വൽ വേയിൽ നമ്മൾ ഇതിന്റെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഈ ഇതുവരെ കേൾക്കാത്തൊരു സാധനമാണ്. അപ്പൊ അത്രയും നല്ല സെലക്റ്റീവ് ആയിരുന്നു. വളരെ ശരിക്കും ഒരു റിസർച്ച് നടത്തിയ ഒരു ടോപ്പിക് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു എടുത്തു പോയതായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. ആശാ മാം. ഗുഡ് ഈവനിങ് അശ്രീ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു ശരിക്കും. നിഷ പറഞ്ഞത് ആദ്യം മാഡം പറഞ്ഞ കണക്ക് സമയം പോയത് അറിഞ്ഞില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ശരിക്കും ഹോബിയുടെ ഇത്രയും കാര്യങ്ങളില് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. എന്റെ ഈ 2 വർഷത്തെ യാത്രയാണ് ഇപ്പൊ അസി പറഞ്ഞതെന്ന് മനസ്സിലായി. ഞാനും അസിയൊക്കെ ഒരുമിച്ചാണ് പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിക്കാനും തുടങ്ങിയത്. പാട്ട് പഠിക്കുമ്പം എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ അതങ്ങ് ഡ്രോപ്പ് ആയി പോയി. പിന്നെ അവസാനം ഇപ്പൊ ഞാൻ എന്റെ ഡ്രോയിങ്ങിലൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നു. ഏത് സമയം ഇങ്ങനെ എന്താണ് വളരെ ആ സന്തോഷം ഓരോ വരയും ഇങ്ങനെ വരുമ്പോഴും ശരിക്കും പറയാം ഞാനാണ് വരയ്ക്കണമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ വരകൾ കാണുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ വരച്ചതാണോ എന്ന അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്ന അറിയില്ല. സാറിന്റെ അത് സുധീർ സാറിന് താങ്ക്സ് പറയുന്നു. സുധീർ സാറിന് കിട്ടിയത് മൈൻഡ് പ്ലസ് ആണ്. മൈൻഡ് പ്ലസിന് ഒരുപാട് താങ്ക്സ്. ഒരു എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സാറിന്റെ ഒരു ക്ലാസ്സിലേക്ക് കയറാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജോർജ് സാറിന്റെ ക്ലാസ്സുകളാണ്. സാർ എങ്ങനെയാ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് വരയ്ക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ കയറൂ, ഇപ്പൊ ക്ലാസ്സിലേക്ക് കയറൂ. ആ ഒരു മോട്ടിവേഷനാണ് സുധീർ സാറിന്റെ ക്ലാസ്സിൽ കയറാനും പാട്ട് പഠിക്കാനായിട്ട് ബിനു സാറിന്റെ ക്ലാസ്സിൽ കയറാനും ഒക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. പക്ഷെ പാട്ട് ഡ്രോപ്പ് ആയി പോയി. ഇപ്പൊ ഞാൻ പെയിന്റിങ്ങിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും എന്താണ് നല്ലൊരു ക്ലാസ്. താങ്ക് യു അസി. താങ്ക് യു ആശ. താങ്ക് യു സോ മച്ച് ആശ കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് അജിത് സാറിനെയും ഇതിലുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ എനിക്കൊരു നിമിത്തമായത് ആശയാണെന്ന് പറയാം. അപ്പൊ ആശ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എന്നെ മൈൻഡ് പ്ലസിൽ കൊണ്ടുവന്നതും ഉണ്ണികൃഷ്ണൻ സാറിനെയും ജോർജ് സാറിനെയും അതുവഴി എന്റെ ഹോബീസ് കണ്ടെത്താനും ഒക്കെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എന്റെ ജീവിതത്തില് എന്റെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് ആശ ഉണ്ടാക്കി വെച്ചെന്ന് പറയാം. ആശയുടെ ലൈഫിൽ കൂടെ തന്നെ ഇപ്പൊ ആശ പറഞ്ഞല്ലോ 2 വർഷത്തിൽ കൂടെ ആശയുടെ പെയിന്റിംഗ് എന്ന് പറഞ്ഞൊരു ഹോബി കണ്ടെത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിന് ശരിക്കുള്ള പ്രോസസ്സ്. നമ്മൾ ഒത്തിരി ഹോബീസിൽ തുടക്കത്തിൽ നമ്മൾ തുടങ്ങുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്കൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യം ആശ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ 2 വർഷത്തുനിന്ന് ആശയുടെ പെയിന്റിങ്സ് ഡ്രോയിങ്സ് ഒക്കെ ഒത്തിരി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആശയുടെ ഇംപ്രൂവ്മെന്റ്. താങ്ക് യു സോ മച്ച് ആശ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സന്തോഷ് സർ. Hi. Good evening to all once again. ഇന്നത്തെ പ്രസന്റേഷൻ, അസ്ലിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ വളരെ ഒഴുക്കുള്ള വ്യക്തതയുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരു സംശയമില്ല. ഒരു ആദ്യമായിട്ടാണ് ഈ പ്രസന്റേഷൻ ചെയ്യുന്നത് എന്ന് എനിക്ക് എന്റെ ഒരു ധാരണയിൽ ഇതിന് മുമ്പ് പ്രസന്റേഷൻ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ തീർത്തും ഒരു വലിയൊരു കയ്യടിക്ക് അർഹയായിട്ടുള്ള വ്യക്തിയാണ്. അതിൽ യാതൊരു സംശയവും. പിന്നെ ഈ ഹോബീസിനെ പറ്റി പറയുന്ന സമയത്ത് എന്തിനാണ് നമുക്കൊരു ഹോബി എന്ന് ചോദിക്കും. അപ്പൊ എന്തിനാണ് ഹോബി? അപ്പൊ പറയും നമ്മളുടെ സന്തോഷത്തിനാണ്. യെസ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഹോബി എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സ്പിരിച്വൽ എന്ന് പറഞ്ഞത്? നമ്മൾ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഡെവലപ്മെന്റ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് സ്പിരിച്വലി നമ്മൾ എൻഹാൻസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നർ എബിലിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിൽ നമ്മൾ പ്രാഗൽഭ്യം ഉള്ളവരാകുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു സ്പിരിച്വലി എൻഹാൻസ്ഡ് ആവും. ഓരോ കാര്യങ്ങളും അങ്ങനെ. അപ്പൊ നമ്മുടെ
ലൈഫിൽ 24 മണിക്കൂറിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവാക്കേണ്ടത് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് ഹോബി എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യം എനിക്ക് ആസി പറഞ്ഞതിനകത്ത് ചെറിയൊരു സംശയമുണ്ട്. ഇൻവോളണ്ടറിലി ആണ് നമ്മൾ ഹോബി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ ഹോബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവോളണ്ടറി ചെയ്യുന്ന ഒരു കാര്യമല്ല, വോളണ്ടറിലി ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ സ്വയിച്ചപ്രകാരം ചെയ്യുന്നതാണ്. ഹോബീസ് എല്ലാവരും സ്വയം ഇച്ഛപ്രകാരം ചെയ്യുന്ന ഒരു കാര്യം, മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ ഹോബി ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം പറയാനുണ്ട്. പിന്നെ ഈ ഹോബി ഇതേപോലെ നമ്മൾ പറയുമ്പോൾ ഹോബി വളരെ നല്ലതാണെന്ന് പറയുന്ന സമയത്ത് അതിൽ ബാലൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വലിയൊരു ഘടകമാണ് ഒരു ഹോബി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് പ്രാവിനെ പിടിക്കുക, പ്രാവിനെ പറത്തുക, അതിനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ക്ലാസ്സിൽ പോലും പോവാതെ 2-3 വർഷങ്ങൾ പുള്ളി ക്ലാസ്സിലെല്ലാം തോറ്റ് എല്ലാം കുട്ടിച്ചോറായി. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനൊക്കെയാണ്, അത് വേറെ കാര്യം. പക്ഷെ അത് എന്നാലും ഈ ഒരു സംഗതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ മുന്നേറി കഴിഞ്ഞ് ജോലിയിലോ മറ്റുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഫാമിലിക്ക് കൊടുക്കേണ്ട സമയം, കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം, മറ്റുള്ളതിന് കൊടുക്കേണ്ട സമയം ഒന്നും മാറ്റി വെച്ചിട്ടല്ല നമ്മൾ ഹോബി ചെയ്യേണ്ടത്. ഇത് എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും കൂടി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഹോബിയുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചിൽഡ്രൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. പലരും ചെയ്യുന്നൊരു കാര്യം, കുട്ടികൾക്ക് ഹോബികൾ സ്വയം പറഞ്ഞു കൊടുക്കും. ഇന്ന ഹോബി ചെയ്യും, നീ നോട്ട് കളക്ട് ചെയ്യും, നീ പോയിന്റ്സ് കളക്ട് ചെയ്യും, നീ അത് കളക്ട് ചെയ്യും. അതല്ല വേണ്ടത്. കുട്ടികളിലെ അഭിരുചി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത് എന്താണോ അത് ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ആ ഹോബിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. കുട്ടികളെ ഒരിക്കലും നമ്മളുടെ ഒരു കോപ്പി ആയിട്ട് വളർത്താൻ ഒരിക്കലും നമ്മൾ പാടില്ല. കുട്ടികൾക്ക് ഓരോരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ വളർത്തേണ്ടത്. നമ്മളുടെ വ്യക്തിത്വം അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല വേണം. അതുകൊണ്ട് തന്നെ ഹോബികളിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് ഗൈഡൻസ് മാത്രം കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഹോബിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും ഈ പ്രസന്റേഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. തീർച്ചയായും ഐ ആം സോ ഹാപ്പി. വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു അസി. താങ്ക് യു വെരി മച്ച് ഫോർ ടേക്കിംഗ് മീ. താങ്ക് യു. താങ്ക് യു സന്തോഷ് സാർ. താങ്ക് യു സാറ് ഈ ഒരു പ്രസന്റേഷൻ പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിച്ചതിലും കൃത്യമായിട്ട് പങ്കെടുത്തതിലും ഇത് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സർ. സാർ പറഞ്ഞ ഓരോ പോയിന്റ്സും വാല്യുബിൾ തന്നെയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സവിത സജീവ്. അസ്റ്റിച്ചി ഹാർഡി കൺഗ്രാറ്റുലേഷൻസ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ഒരു യാത്രയിലാണ്, അപ്പം വ്യക്തമാകുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കേൾക്കാം. ഓക്കെ, താങ്ക് യു സർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ മനോഹരമായിട്ട് എടുത്തു. നല്ല കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള, എനിക്ക് ഹോബീസിൽ ഇത്രയും ഒക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ചേച്ചിയുടെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒത്തിരി കാര്യം ചേച്ചി പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ല. എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഞാനും കീബോർഡ് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതാ. അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ ഒരു മോട്ടിവേഷനായി. താങ്ക് യു സോ മച്ച് ചേച്ചി. ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു ചേച്ചി. ഇനി ഒത്തിരി നല്ല സെഷൻസ് എടുത്ത് നമ്മളെയൊക്കെ ഒത്തിരി അറിവൊക്കെ തന്ന് ഒരുപാട് നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സൂപ്പർ. താങ്ക് യു സോ മച്ച് സവിത. ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് കേട്ടതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും സവിത കീബോർഡ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും. പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഉറപ്പാണ്. താങ്ക് യു. പ്രസന്ന ലക്ഷ്മി. അസി എത്ര വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഇതിന് സെക്ഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഈ തലക്കെട്ട് കണ്ടപ്പോ വിചാരിച്ചു ഇതിനെ കുറിച്ച് ഇത്ര അധികം പറയാനുണ്ടോന്ന്. പക്ഷെ പറഞ്ഞിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് 1 മണിക്കൂറോളം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ ഈ കൺസിസ്റ്റൻസി ഇല്ലാത്ത കുറെ ഹോബികളെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ ശരിക്കും മൈൻഡ് പ്ലസിൽ ചേർന്നതിന് ശേഷമാണ്, ഞാൻ പല എംബ്രോയിഡറി ചെയ്യായിരുന്നു, പെയിന്റിങ് ചെയ്യും, അതുപോലെ കുറെ കവിത എഴുതും, പിന്നെ അത് നിർത്തിവെക്കും, കുറച്ച് ചെറുകഥ എഴുതും, അതവിടെ എടുത്തു വെക്കും, കുറെ ഡയറിയിൽ കണ്ടത് കുർത്തി വെക്കും, അതവിടെ എടുത്തു വെക്കും. അങ്ങനെ ഒരു തുടർച്ച ഉണ്ടായിരുന്നില്ല അതിന്. പക്ഷെ മൈൻഡ് പ്ലസിൽ ചേർന്നതിന് ശേഷം ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ റിവ്യൂ ഒക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷമൊക്കെ അജിത് കുമാർ സാറൊക്കെ എന്നും വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കത് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനാണത്.
പിന്നെ കുട്ടികളെ കുറിച്ച് പറഞ്ഞത്, കുട്ടികളുടെ ഹോബി സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്, അത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, സന്തോഷ് സാറ് പറഞ്ഞ പോലെ കുട്ടികളോട് ഇന്ന ഹോബി ആവണം കേട്ടോ നീ ചെയ്യാന്ന് പറയുന്നതാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഈ ഒരുപാട് സിലബസിന്റെ ഉള്ളിൽ കടന്നിട്ട് ചക്രശ്വാസം വഹിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു ഹോബി ഇല്ല. നമ്മളിപ്പോ ചോദിക്കുമ്പോ എന്താ നിങ്ങളുടെ ഹോബി ചോദിച്ചാൽ ആ മൊബൈൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക മാത്രമാണ് അവരുടെ ഹോബി. അവര് വായിക്കുന്നില്ല. പിന്നെ സിനിമ, മൂവി കാണാൻ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും, ഞാൻ ഗാന്ധി സിനിമ കാണാൻ പറയായിരുന്നു ഇപ്പൊ നാഷണലിസം ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോ. അപ്പൊ അവർക്ക് ഈ ഇതൊക്കെ വായിച്ചിട്ടുള്ള അറിവല്ലാണ്ട്, അതായത് മൊബൈലിൽ വായിച്ചിട്ടുള്ള അറിവ്, അതായത് പ്രത്യേകിച്ചിട്ടൊരു ഹോബി ആരും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ ഹോബികൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും, എത്ര ബോറടിക്കും നമുക്ക്, എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ. തികച്ചും യാന്ത്രികമായിട്ടുള്ള ഒരു ലോകത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാവില്ലേ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം എടുത്തൊരു തീരുമാനം, എനിക്ക് വേണ്ട ഒരു പ്രിൻസിപ്പൽഷിപ്പ് ഓഫറായി. ഇപ്പൊ അടുത്ത കൊല്ലം ഞങ്ങളുടെ പ്രിൻസിപ്പൾ റിട്ടയർ ആവുകയാണ്. അപ്പൊ അത് എനിക്ക് വെച്ച് നീട്ടിയപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോ, എനിക്ക് കുറച്ച് എഴുതണം, വായിക്കണം, രാവിലെ മൈൻഡ് പ്ലസ് പങ്കെടുക്കണം, വൈകുന്നേരം ആകുമ്പോ ഹാപ്പിനെസ് ഹബ്ബ്, റീഡേഴ്സ് ഫോറം, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. പിന്നെ ഹോബി ആയിട്ട് തുടങ്ങിയതാണ് ബ്ലൗസ് തയ്ക്കുക. ഞാൻ പേഴ്സണലായിട്ട് എന്റെ ബ്ലൗസ് ഒക്കെ ഞാൻ തന്നെ ഇരുന്ന് തയ്ക്കും. അത് ഇപ്പൊ എന്റെ മോള് പ്രസവിക്കാറായി, അപ്പൊ കുട്ടികൾക്കുള്ള ഡയപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തയ്ക്കും. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് എന്നോട് പലരും 2-3 ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബാസിയുടെ ഈ സെഷൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ നല്ല തീരുമാനമാണ് എടുത്തത്. അപ്പൊ അസലായിട്ട് പറഞ്ഞു, നല്ല സന്തോഷം. അപ്പൊ ഇനി വലിയ സെഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രസന്ന മാം. പ്രസന്ന മാമിന്റെ റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ കേട്ടിരുന്നു പോകും. കഴിഞ്ഞ ദിവസം മൈൻഡ് പ്ലസില് രാവിലെ ഉള്ള റിവ്യൂ കാലചക്രത്തിനെ കുറിച്ച്, അത് ശരിക്കും പറഞ്ഞാല് മാമിന്റെ ഒരു ഹോബി തന്നെയാണ് അത്. അപ്പൊ എഴുത്തും അതുപോലെ സ്റ്റോറി ടെല്ലിങ്ങും എന്നാണ് എനിക്ക് അത് പറയുന്നതൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ. നമ്മള് ആ ഒരു 4-5 മിനിറ്റ് നമ്മള് സമയം പോണത് നമ്മൾ കേൾക്കുന്നവർ സമയം പോണ അറിയത്തില്ല. അപ്പൊ അത്രമാത്രം മാമിന്റെ ഹോബി തന്നെയാണ്. പിന്നെ മാം ഇപ്പം പറഞ്ഞ കുറച്ച് ഹോബീസ് ഉണ്ടല്ലോ, ബ്ലൗസ് തയ്ക്കുക, അതുപോലെ ഡയപ്പർ തയ്ക്കുക, അതൊക്കെ എന്ന് പറയുന്നത് മാം ഇപ്പം ഞാനിപ്പോ പറഞ്ഞ ഒരു 6 കാറ്റഗറിയിൽ ഡു ഇറ്റ് യുവർ സെൽഫ് ഹോബിനകത്ത് വരും. അതായത് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുവാണ്. അപ്പം അതൊക്കെ മാമിന് അൾട്ടിമേറ്റ്ലി ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാമിന്റെ ഹോബി തന്നെയാണ് എന്ന് ഞാൻ പറയും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ് ആൻഡ് ഇൻസ്പിറേഷൻ. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, എങ്ങനെയാണ് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ സാർ പറഞ്ഞു അതന്നെയാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ ഞാനൊരു എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ വാചകങ്ങളാക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധനം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എന്നിൽ സന്തോഷം ഉണ്ടാക്കും അന്നങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വേദനകൾക്കുള്ള സ്ഥലം നമ്മൾ കൊടുക്കണില്ലേ. വേദന വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകത കൊണ്ടോ ആ വേദനയെ നമുക്ക് തള്ളി മാറ്റിയിട്ട് വാതിലടയ്ക്കാൻ സാധിക്കും, നല്ല ഹോബികളാണെങ്കിൽ. പ്രസന്ന ലക്ഷ്മി മാം, നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. പിന്നെ പ്രസന്ന ലക്ഷ്മി മാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെക്കും പിന്നെ മുഴുമിപ്പിക്കലാണ്. പല ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ഹോബിയാക്കിയ ആൾക്കാർ തുടങ്ങി വെക്കും, കുറെ കാര്യങ്ങൾ തുടങ്ങി വെക്കും. നമ്മുടെ സർക്കാരൊക്കെ അതിന് ഉദാഹരണമാണ്. കുറെ കാര്യങ്ങൾ തുടങ്ങി വെക്കും, കല്ലിടൽ ചടങ്ങ് മാത്രമേ ഇടൂ, മുഴുമിപ്പിക്കില്ല. അതും ഒരു ഹോബിയാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് എലിസബത്ത് മച്ചാരി. അസിക്കുട്ടിയുടെ ക്ലാസ് ആന്ന് കേട്ടോണ്ട് തന്നെ ഞാൻ എല്ലാ വർക്കും മാറ്റിവെച്ച് വന്നതാ. വെരി വെരി ഗുഡ് പ്രസന്റേഷൻ. അത് എല്ലാ മേഖലയിലും തൊട്ട് പറഞ്ഞു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഹൗ ടു ചൂസ് എൻ ഹോബി, അതിന്റെ ബെനിഫിറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോബി ആൻഡ് ഓൾസോ ദ റിസർച്ച് ഫൈൻഡിങ്സ്, ഇതൊക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ വേയില് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ധ്യാനാണുള്ളത്, പക്ഷെ അത് നന്നായിട്ട് അവതരിപ്പിച്ചു. ആ ഒരു പാട്ടും കൂടെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ ആ മേഖലയൊക്കെ. പിന്നെ ഈ ഹോബി എന്ന് ഐഡിയൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാ പറയണത്. അപ്പൊ എപ്പോഴും നമ്മളുടെ മനസ്സിനെ നമ്മള് ലെഷർ ടൈം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് ഇൻവോൾവ് ചെയ്യണം. അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് കുഞ്ഞു നാളിലെ കൊച്ചുങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരും. ആസ് എ ടീച്ചർ
ഇപ്പൊ പ്രസിഡന്റ് ലക്ഷ്മിക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അത് നന്നായിട്ട് അറിയുന്ന കാര്യത്തിലാണ്. ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചേർക്കാണ്. ഹോബീസ് കുട്ടികളോട് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഹോബി ഉണ്ട്, റീഡിങ്. നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ റീഡിങ് ചിലപ്പോൾ ടോക്സിക് ആവും. എന്താ വായിക്കണേന്ന്. ഇപ്പൊ ഡിജിറ്റൽ ലൈബ്രറി പലതും അവൈലബിൾ ആണ്. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോ ചില കുട്ടികളില് ഭയങ്കര വായനയാ, മാറിയിരുന്ന് വായനയാ, വായിക്കുന്നത് വേറെയാണ് മാത്രം, ആവശ്യം വേണ്ടതൊന്നും അല്ല. അപ്പൊ ആ ഒരു ലെവലിലോട്ടും പോവാം. അപ്പൊ നമ്മള് എപ്പോഴും കുട്ടികളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികളിൽ ഇത് കുഞ്ഞു നാളിലെ നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് ആണ് അവരിലത് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. ആക്ച്വലി ഇൻഡോർ ഹോബീസും ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. ഔട്ട്ഡോറും നമ്മൾ കുട്ടികളെ ശരിക്കും ഇൻസ്പയർ ചെയ്യേണ്ടതാണ്. കാര്യം ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ചിലവരൊക്കെ ഈ കാരുണ്യ സംഘ പ്രവർത്തനങ്ങളിലും ഓൾഡ് ഏജ് ഹോം വിസിറ്റിംഗ് ഒക്കെ, അത് അങ്ങനെയുള്ള കുട്ടികളാണ് ഭാവിയിലും അങ്ങനെ വരുന്നത്. അവർ ആ സൊസൈറ്റിയോട് ശരിക്കും കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കും. അപ്പൊ എത്ര വന്നാലും ഇന്ന് അസിയുടെ ക്ലാസ് കേട്ടിട്ടുള്ള എല്ലാവരും, ആരെങ്കിലും ഹോബി ഇല്ലാത്തവരുണ്ടെങ്കിൽ അത്രയും മോട്ടിവേറ്റഡ് ആയിരുന്നു ഒരു ഹോബി തുടങ്ങിയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടീച്ചർ. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷം. മറ്റൊന്നും പറയാനില്ല, മനസ്സ് നിറഞ്ഞു. താങ്ക് യു. ഹരികുമാർ. ഹായ് അസേഷി, സൂപ്പർ ക്ലാസ് ആയിരുന്നു. എക്സലന്റ് ക്ലാസ്, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ ഞാൻ ആലോചിക്കാം, നേരത്തെ ഒക്കെ ചേച്ചിയെ ഞാൻ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. പാട്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും പഠിക്കണം ചേച്ചി, പഠിക്കാൻ പറ്റും. ഇത് എന്താ പറയാ, കീബോർഡ്, ഗിറ്റാർ ഒക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അന്ന് ചേച്ചി ഇൻസ്പയർ ചെയ്തു. പക്ഷെ ഇപ്പൊ ചേച്ചി കാണുമ്പോൾ എനിക്കാണ് ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അമേസിങ് സെഷനാണ്. അപ്പം എന്തായാലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. ചേച്ചിയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിനും അജികുമാർ സാറിനും എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹരിക്കുട്ട, താങ്ക് യു സോ മച്ച്. ഹരി പറഞ്ഞത് സത്യമാണ്. തുടക്കത്തില് ഞാനിങ്ങനെ മാറി മാറി ഇരിക്കുമായിരുന്നു. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ നമ്മളൊരു ഇതിൽ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ട ഒരു സമയത്ത് ഞാനിങ്ങനെ പതുക്കെ സൗണ്ടൊക്കെ കുറച്ച് പാടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഹരി എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുമായിരുന്നു, ചേച്ചി പാട് പാട് പാട്. അങ്ങനെ ശരിക്കും അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഹരി ഫോർ യുവർ ലവ്ലി വേർഡ്സ് ആൻഡ് ഇൻസ്പയറിംഗ് വേർഡ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രസന്നകുമാർ സർ. അസി, ബ്യൂട്ടിഫുൾ സെഷൻ, ഗംഭീരമായി. ശരിക്കും പറഞ്ഞാല് വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു, ക്ലിയറുമായിരുന്നു. ക്ലിയർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം കാലഘട്ടത്തിൽ അത് ഈ പറഞ്ഞ സ്ട്രെസ് റിഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഫോക്കസിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ പറഞ്ഞ ഓവർ തിങ്കിങ്, അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓവർ തിങ്കിങ് ഉള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഹോബിയിൽ, ഒരു ഗാർഡനിങ്ങിൽ ഏർപ്പെട്ടാൽ പോലെ അയാളുടെ ഓവർ തിങ്കിങ് ആ വഴിക്കാൻ പൊക്കോളും. അപ്പം അതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, വളരെ നന്നായിട്ട് പറയാൻ പറ്റി. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ടീച്ചേഴ്സ് എല്ലാം തന്നെ പറയുന്നുണ്ട് കുട്ടികളുടെ ഹോബീസിനെ പറ്റി. അപ്പം നമുക്ക് ചെയ്യാവുന്നവരായും എനിക്ക് തോന്നുന്നു കുട്ടികളെ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ കുറച്ച് ഹോബീസ് പഠിക്കും. ഇപ്പം പുറത്ത് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഗാർഡനിങ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരും അതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ അത് ചെയ്തോളും, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. പക്ഷെ ഇപ്പം ഇത് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞില്ല, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോബീസ് തുടങ്ങി പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന ആളാണ്. അപ്പം അത് പറ്റില്ല, അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ളൊരു മെസ്സേജ് കൂടെ കിട്ടി. അപ്പം പകുതിക്ക് വെച്ച് മുറിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നൊരു തീരുമാനം കൊണ്ട് എടുത്തു. എനിവേ, ഓവറോൾ ഗംഭീരമായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. എൻ്റെ ഒരു സെഷൻ എടുത്തതിൽ ഒരുപാട് സന്തോഷം. സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. കാരണം നമ്മള് ലീഡ് ബൈ എക്സാമ്പിൾ എന്നാണ്. നമ്മളൊരു മാതൃകയായിരിക്കണം, നമ്മളെ കുട്ടികളെ കൂടെ കൂട്ടണം. അവർ തീർച്ചയായിട്ടും അത് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ സാറ് തീർച്ചയായിട്ടും സാറിന്റെ ഹോബീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇനി ഒരു സെഷനിൽ സാർ അതിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയും എന്നുള്ളത് ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇൻസ്പയറിംഗ് വേർഡ്സ്. അശോക് സർ.
അശോക് സാറ് മ്യൂട്ടിലാണല്ലോ. ഒരു മിനിറ്റ് സർ, I'll call you later. Sorry. Good evening to all. First of all, congratulations to Asi. വളരെ നന്നായിരുന്നു, നല്ല ഒരു സെഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ എല്ലാവരും ഇവിടെ നൽകിയ ഫീഡ്ബാക്ക് എല്ലാം ഞാനും അടിവരായിട്ട് സമ്മതിക്കുന്നു, പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം സന്തോഷ് സാർ പറഞ്ഞ പോലെ അസീത് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സെഷൻ ആണെന്നേ തോന്നുന്നില്ല. വളരെ ഇരുത്തം വന്ന ഒരു ട്രെയിനർ എടുക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ആ ഒരു സബ്ജക്ട് വളരെയധികം ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തു. ഇപ്പോൾ നേരത്തെ പലരും പറഞ്ഞു, പ്രസന്നലക്ഷ്മി മാഡവും മഞ്ജരി ടീച്ചറും ഒക്കെ പറഞ്ഞു ഈ ഹോബിയെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ഈ ഹോബി എന്നുള്ള ടോപ്പിക്ക് കേൾക്കുമ്പോഴത്തേക്കും തോന്നും. പക്ഷെ അങ്ങനെ അല്ല, ഹോബിക്കകത്ത് ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ആസി വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നു. പിന്നെ അതിൽ 2 പോയിന്റ് അജിത് സാർ പറഞ്ഞതുപോലെ പിന്നെ വേറെയും പലരും പറഞ്ഞുകൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തത്. അതായത് സെൽഫ് ലവ് ഉള്ളവർക്കാണ് ഈ ഹോബി, സെൽഫ് ലവും ഹോബി ആയിട്ടുള്ള കണക്ഷൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ സെൽഫ് ലവിലൂടെ ഹോബിയിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് ആ സ്പിരിച്വാലിറ്റിയിലേക്ക് ചെയ്യാൻ പറ്റും. അത് ആ ഒരു കണക്ഷൻ അവിടെ കൊടുത്തത് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കുറയ്ക്കുന്നതിന് ഹോബി നല്ലതാണെന്നുള്ളതും ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പലർക്കും മനസ്സിലായി കാണും. അപ്പൊ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ സന്തോഷ് സാർ പറഞ്ഞ ആ ഒരു വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഒരു ആസ്പെക്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സർ ഈ അസി പറഞ്ഞ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു അതാണ് കൊച്ചുകുട്ടികൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കണം, അതിനനുസരിച്ച് നീങ്ങണം എന്നുള്ള രീതിയിൽ അസി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചില ടാലന്റ് അല്ലെങ്കിൽ നമുക്ക് ചില ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ ടേസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അത് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ വളരും തോറും അത് ചിലപ്പോൾ അവരെ നിന്നും വിട്ടുപോകും, മറ്റു പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും. പക്ഷെ അവരിൽ അത് വീണ്ടും നമുക്ക് പേരൻസ് എന്നുള്ള രീതിയിൽ അവരിൽ അത് ജനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വോളണ്ടറി അല്ലെങ്കിൽ ഇൻവോളണ്ടറി എന്നുള്ളത് അങ്ങനെ ഒരു ആസ്പെക്റ്റിലായിരിക്കാം അസി പറഞ്ഞതെന്ന് ഞാൻ എന്റെ ഇതിൽ കാണുന്നു. അസിക്ക് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ പറ്റും. അത് സന്തോഷ് സാറ് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിൽ തോന്നി ഞാൻ പറയുകയാണ്. പക്ഷെ എന്തായിരുന്നാലും വളരെ നന്നായിരുന്നു, നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ടു അസി ആൻഡ് അജിത് സർ. കൺഗ്രാറ്റുലേഷൻസ് ടു യുവർ ബ്ലൂ വെയിൽ അക്കാഡമി ഓൾസോ. കാരണം ഓരോ ട്രെയിനേഴ്സിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാം ഒരുപാട് ട്രെയിനേഴ്സിന്റെ ഒരു സമൂഹം തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സാർ വഹിക്കുന്ന പങ്കിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാറ് എനിക്ക് തരുന്ന ഇൻസ്പിറേഷൻ കുറച്ചൊന്നും അല്ല. ഒരു പ്രസന്റേഷൻ എടുക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഒരു റിമൈൻഡർ പോലെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അസി എന്തായി പ്രസന്റേഷൻ, എന്നാ എടുക്കുന്നേ എന്നിങ്ങനെ. സാർ ആ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്ന ഒരു റിമൈൻഡർ ശരിക്കും എന്നെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും ഡിലേ ചെയ്യിപ്പിച്ചേനെ. സാറ് എപ്പോഴും ഇന്ന് വൈകിട്ട് കൂടി സാർ എനിക്ക് ശരിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ശരിക്കും ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് എനിക്കൊരു കോൺഫിഡൻസ്, എൻ്റെ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ വോളണ്ടറി, അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാല് നമ്മള് തുടക്കത്തിൽ ഒരു പർപ്പസ്ഫുള്ളി കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു എടുക്കുന്ന ഒരു എഫേർട്ടാണ് ഒരു ഹോബിയിൽ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മള് ഇത് ഈ ഒരു ഹോബി ചെയ്തു തുടങ്ങി നമുക്ക് അതിലൊരു സന്തോഷം കിട്ടിക്കഴിയുമ്പം നമ്മൾ തന്നെ നമുക്ക് സമയം കടന്നു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കാതെ വരുന്നു. അതായത് നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് നമ്മൾ അറിയാതെ ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ അതങ്ങ് പിന്നെ അതിൽ മുഴുകി ചേരുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് നല്ലൊരു സെഷൻ ആയിരുന്നു, അതിനേക്കാളും നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ആ ഫീഡ്ബാക്കിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ആ ക്ലാസ് എത്ര നന്നായി, എത്രമാത്രം അത് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വ്യക്തമാക്കുന്നതാണ്. പ്രീത മാഡം കൂടി സംസാരിക്കാനുണ്ട് അല്ലേ? അതോട് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അസിക്കുട്ടി വേ ടു ഗോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത്, കാരണം സൂപ്പർ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്, പിന്നെ ഒരുപാട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ സെൽഫ് ലവ് ഇല്ലാത്ത ആളായിരുന്നല്ല. ഇപ്പോൾ പ്രസന്നലക്ഷ്മി മാഡം പറഞ്ഞതുപോലെ ഞാനും തയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എൻ്റെ മുമ്പില് ഞാൻ പറഞ്ഞു തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്ലൗസ് ഒക്കെ തയ്ച്ചു. പിന്നെ എനിക്ക് വേണ്ടുന്ന പില്ലോ കവേഴ്സ് ഇതെല്ലാം തയ്ക്കുന്നു ഇപ്പൊ. അതുകൊണ്ട് എനിക്ക് ഇതെങ്ങനെ, പിന്നെ ഉറങ്ങുമ്പോ എനിക്ക് ഉറക്കമൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതെങ്ങനെ തയ്ക്കുന്ന, അത് ചിന്തകൾ ഇതാ വരുന്നത്, അല്ലാതെ വേറെ മറ്റുള്ള ഓവർ തിങ്കിങ് വരുന്നില്ല. അതെങ്ങനെയാ തയ്ക്കണ്ടേ, ആ നെക്ക് എങ്ങനെയാ വെട്ടുന്നത്, ഇതാണ് എൻ്റെ മനസ്സിലൂടെ വരുന്നത്.
അതുകൊണ്ട് എനിക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് എനിക്കൊരു സന്തോഷമായി. പിന്നെ എനിക്ക് റീഡിങ് ഒരുപാട് ഹോബീസ് ഞാൻ കൊണ്ടുവരുന്നു, പക്ഷെ ലാസ്റ്റ് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഡ്രോയിങ്ങിന് ചേർന്നായിരുന്നു, അത് സ്കിപ്പ് ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പെയിന്റിങ് ചെയ്തു, അത് ഞാൻ ഒരു വശത്ത് വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പെയിന്റിങ് തുടങ്ങണം എന്നുള്ള രീതിയിൽ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ ശരിയാക്കി വെച്ച് അത് പെയിന്റ് ചെയ്യണം എന്നോർത്ത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായി. ഇത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ഇത് മിസ്സായെങ്കിൽ എനിക്ക് വലിയൊരു മിസ്സിങ് തന്നെയായിരുന്നു. കൺഗ്രാറ്റ്സ്, വേ ടു ഗോ. താങ്ക് യു പ്രീത ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ അപ്പം ചേച്ചി ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടെത്തിയ ഒരു ഹോബി തന്നെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരുപാട് എംബ്രോയിഡറി വർക്കും ഒക്കെ ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് നല്ല ഉറക്കമൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അസി വൺസ് അഗെയിൻ. എൻ്റെ ഹോബിയാണ് ട്രെയിനിങ്. ഞാൻ ചെറുപ്പകാലത്തെ ഇങ്ങനെ പ്രൊഫഷണൽ ട്രെയിനർ ആവുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന കാര്യങ്ങൾ ചെറിയ കുട്ടികൾക്കും എന്നെക്കാളും ചെറിയ ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യണം തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഞാനൊരു ട്രെയിനറായി മാറിയത്. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി കൊടുക്കണം എന്ന് ആലോചിച്ചു. എനിക്ക് ട്രെയിനിങ് എടുക്കാൻ ഞാൻ എൻ്റെ ഒരു അവസരം തരുമെന്ന് ചോദിച്ച് മറ്റുള്ളവരുടെ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്ലൂ വെയിൽ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയത്. അതുവഴി കുറേ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നെന്നും കുറേ ആൾക്കാർക്ക് മോട്ടിവേഷണൽ സാധനങ്ങൾ കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ശരിക്കും അശോക് സാറും സന്തോഷ് സാറും ഞങ്ങളൊരു സസ്പെൻസ് പൊട്ടിച്ചു. ഞാൻ ഇന്നലെ അസി മാമിനോട് പറഞ്ഞു, ഇത് ഫസ്റ്റ് സെഷനാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ വിട്ടോന്ന് പറഞ്ഞു. അത്രയും നല്ല വോയിസ് മോഡുലേഷനാണ്, അത്ര നല്ല കണ്ടന്റാണ്, അത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അതൊരു പുതിയതാണെന്നുള്ളത് ഇവരെ അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അറിയിക്കാതെ ശരിക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ പ്രസന്റേഷൻ പോലെയായിരുന്നു ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാറിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സാറ് ചെയ്യുന്ന ഹോബീസ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോബീസ് ആണ്. സാറ് ഡെയിലി എനിക്ക് ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് വരാറുണ്ട്, അതിന്റെ കൂടെ ഒരു കോട്ടും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ രാവിലെ എണീക്കുമ്പം നമ്മൾ ആ ഒരു കോട്ട് വായിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. ആ ഒരു ദിവസം നമുക്ക് ഫുള്ള് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് തന്നെ ആയിരിക്കും അത്. അപ്പൊ അത് ഒരു വ്യത്യസ്തമായ ഒരു ഹോബിയാണ്. എല്ലാവർക്കും സാർ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ട്രെയിനിങ് ഈ ഒരു ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്ററിലൂടെ ഒത്തിരി പേർക്ക് സാറ് തന്നെ ഒരു മാതൃകയായിട്ട് മാറുകയാണ്. സാറിന് ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടി സാറ് തന്നെ ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങുകയും അതിലൂടെ ഇതിലോട്ട് കടന്നു വരാൻ താല്പര്യമുള്ള ഒത്തിരി പേരെ അതിലോട്ട് വരാനും ഒക്കെ സാർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്നോട് തന്നെ സാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒത്തിരി നാളായി. പക്ഷെ എനിക്കൊരു റിഗ്രറ്റും ഉണ്ട്. എനിക്ക് അവസാനം കുറ്റബോധം കാരണം ഇരിക്കാൻ വയ്യാതെ അങ്ങനെ ഞാൻ അവസാനം ഫൈനലി എല്ലാം എക്സ്ക്യൂസുകളാണ്, നമുക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനും സാർ ഒരു മാതൃകയാണ് ടൈം മാനേജ്മെന്റിന്. താങ്ക് യു സാർ. എനിക്ക് ഒന്നുകൂടി ഈ ഒരു ബ്ലൂ വെയിൽ ട്രെയിനിങ് സെന്ററിലൂടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇന്നിവിടെ സെഷൻ കേൾക്കാൻ വന്ന ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി തരുന്നു. പിന്നെ ഈ ഹോബീസ് ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണം എൻ്റെ ഒബ്സ്റ്റാക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ. ടൈം നമുക്ക് ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്, സഫീഷ്യൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് പല ഹോബീസും മുടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളത്തെ മോർണിംഗ് സെഷനിൽ കാണാം. ടൈം ഈസ് പ്രഷ്യസ്. താങ്ക് യു. Okay, sir. Thank you, sir. Thank you very much. Okay, thank you, sir. Thank you so much, sir. Thank you, Thank you and good night for everyone. Thank you, sir. Thank you, Ansi.